നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. RSSന്റെ ജന്മദേശം നാഗ്പൂരാണ്. അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതായത് കേന്ദ്ര ആസ്ഥാനം നാഗ്പൂരിൽ തന്നെയാണ്. RSSന്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപം അടക്കം അവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ RSSനെ സംബന്ധിച്ചിടത്തോളം നാഗ്പൂർ കാര്യാലയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ RSSന്റെ മേധാവിയും സർസംഘചാലക് എന്നറിയപ്പെടുന്ന RSSന്റെ മേധാവിയും മറ്റ് കാര്യകർത്താക്കന്മാരുമെല്ലാം പ്രവർത്തിക്കുന്നത് ഈ കേന്ദ്ര കാര്യാലയത്തിലാണ്. അതുകൊണ്ട് തന്നെ RSSനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര കാര്യാലയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നും RSSന്റെ കേന്ദ്ര കാര്യാലയമായിരിക്കാം. അതിന് പ്രധാനമായും പല കാരണങ്ങളുണ്ട്. കാരണം ഭീകര സംഘടനകൾ പലതും ഈ സംഘടനയുടെ കേന്ദ്ര കാര്യാലയമായ നാഗ്പൂർ കാര്യാലയം ആക്രമിച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതാണ്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് കാരണം RSS ആണെന്നും അതിന് പകരം വീട്ടാൻ RSSന്റെ നാഗ്പൂർ കാര്യാലയം തകർക്കണമെന്നും ചില ഭീകര സംഘടനകളുടെ ചിരകാല സ്വപ്നമാണ്. അവർ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നാഗ്പൂർ കേന്ദ്ര കാര്യാലയത്തിന് വളരെ വലിയ സുരക്ഷ പ്രത്യേകിച്ചും 2014 ശേഷം നൽകി വരുന്നുണ്ട്. ഭീകരരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇത്രയും വലിയ സുരക്ഷ നാഗ്പൂർ കേന്ദ്ര കാര്യാലയത്തിന് നൽകുന്നത്. RSSന്റെ മേധാവിയായിട്ടുള്ള സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിനടക്കം Z+ സെക്യൂരിറ്റി ഉള്ളതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നിപ്പോൾ RSS കേന്ദ്ര കാര്യാലയത്തെയും അവിടെയുള്ള ആളുകളെയും മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളാണ് കടന്നുപോയത്. നാഗ്പൂർ മേയർ നിത താക്കറയുടെ ഇമെയിലിലേക്ക് ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു. RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ആ ഇമെയിലിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ജീവനക്കാർ ത്വരിതഗതിയിലാണ് ഈ ഒരു ഭീഷണി സന്ദേശത്തോട് പ്രതികരിച്ചത്. നാഗ്പൂർ കാര്യാലയത്തിലേക്ക് സർവ്വവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ ജീവനക്കാർ ഇരച്ചുകയറി. ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും അടക്കമുള്ള സംഘങ്ങൾ നാഗ്പൂർ കാര്യാലയത്തിൻ്റെ മുക്കും മൂലയും പരിശോധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മൊത്തം ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. മാത്രമല്ല, സംശയാസ്പദമായി ഒന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ പരിശോധന അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു ബോംബ് ഭീഷണി ഉണ്ടായാൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, സാധാരണ രീതിയിൽ സുരക്ഷാ ഏജൻസികൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നതെന്നും ബോംബ് ഭീഷണി ഒന്നും അങ്ങനെ അവഗണിക്കാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സുരക്ഷാ പരിശോധന നടത്തിയതെന്നും പിന്നീട് നാഗ്പൂർ പോലീസ് വ്യക്തമാക്കി. ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയായിരുന്നുവെന്നും ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം നടന്നു വരികയാണെന്നും നാഗ്പൂർ പോലീസ് അറിയിക്കുന്നു. ഇത്രയും സംഭവങ്ങൾ നടന്നുവെങ്കിലും ഏറ്റവും ഒടുവിലായി അപകടകരമായി ഒന്നുമില്ലെന്നും ഈ ഭീഷണിയിൽ പറയുന്നത് പോലെ RSS കാര്യാലയത്തിൽ ബോംബ് വച്ചിട്ടില്ലെന്നും അറിഞ്ഞതോടുകൂടിയാണ് ജീവനക്കാർക്കടക്കം സമാധാനമായത്. കാരണം ഇതിനു മുമ്പും RSS കാര്യാലയത്തിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പലതവണ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും പരിശോധന നടന്നു, അത്രമാത്രം. ഇനി എപ്പോഴൊക്കെ ഭീഷണി സന്ദേശം ഉണ്ടാകുമോ അപ്പോഴെല്ലാം ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധന ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടത്തും. അതാണ് ഈ ബോംബ് ഭീഷണി നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. ഇത് വ്യാജ ഭീഷണി അയച്ചതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കാനും അതുപോലെ തന്നെ പ്രതിയെ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ സൈബർ പോലീസ് നടത്തും. പക്ഷേ സ്വാഭാവികമായും പല വ്യാജ ഇമെയിൽ സന്ദേശങ്ങളും കണ്ടെത്തുക അസാധ്യമാണ്. വിദേശത്തിരുന്നു കൊണ്ടായിരിക്കും പലരും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുക. സാധാരണഗതിയിൽ ഭീകര സംഘടനകളെ മാത്രമല്ല ഈ RSS ഹെഡ്ക്വാർട്ടേഴ്സ് അലോസരപ്പെടുത്തുന്നത്. അത്തരത്തിൽ വിഘടനവാദ ഭീകര സ്വഭാവമുള്ള പലർക്കും RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഭീകര സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തവരും ഇത്തരത്തിലുള്ള കുസൃതികൾ ഒപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ഒന്നു മാത്രമാണോ ഇതെന്നായിരിക്കും പോലീസ് പരിശോധിക്കുക. സമീപകാലത്ത് നടന്ന ചില സംഭവങ്ങൾ ഇത്തരം ഭീഷണികളെ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല എന്ന സന്ദേശം നൽകുന്നതാണ്. ഈ അടുത്ത കാലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാംഗ്ലൂരിൽ ഒരു പരിപാടിക്കെത്തിയത്. അദ്ദേഹത്തിൻ്റെ സഞ്ചാരപാതയിൽ നിന്നും ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ബാംഗ്ലൂരിൽ HAL വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. ഈ സന്ദേശമനുസരിച്ച് വിമാനത്താവളത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിലും സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടെന്നും സ്ഫോടനം നടത്തുമെന്നുമായിരുന്നു സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്.
ആ സന്ദേശത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ ജെലാറ്റിൻ സ്റ്റിക്കുകൾ പിന്നീട് കണ്ടെത്തിയത്. ആ സന്ദേശം അയച്ചത് ഇതിനു മുമ്പും നിരവധി വ്യാജ ബോംബ് ഭീഷണികൾ അയച്ച ഒരു യുവാവായിരുന്നു. അതായത് IT മേഖലയിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ ആ ജോലി ഉപേക്ഷിച്ച് മറ്റെന്തോ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു യുവാവാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം നൽകിയത്. ഇയാൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഭീഷണി നൽകിയിരുന്നു. പക്ഷെ അതെല്ലാം വ്യാജ ഭീഷണിയായിരുന്നു. കൂടാതെ ഇയാൾ പോലീസിന്റെ പിടിയിലാകുമ്പോൾ മനോരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മനോരോഗി എന്ന് കരുതി ഇയാളെ വിട്ടയക്കാറാണ് പതിവ്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി സന്ദേശത്തിലാകട്ടെ ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നിരന്തരം ബോംബ് ഭീഷണികൾ നടത്തിയാൽ പോലീസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെ അവഗണിക്കുമെന്നാണ് ഇവിടെ കുറ്റവാളി വിചാരിച്ചിരുന്നത്. പക്ഷേ ബോംബ് സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ പൊളിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ശക്തമായ സുരക്ഷയായിരിക്കാം അതിന് കാരണം. എന്തായാലും SPG അടക്കം വളരെ വിശദമായ അന്വേഷണം നടത്തുന്ന ഒരു കാര്യമാണ് ഈ ബോംബ് ഭീഷണിയും തുടർന്ന് ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ സംഭവവും. ജെലാറ്റിൻ സ്റ്റിക്കുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം വ്യാപകമായി എത്തിച്ചേർന്നിട്ടുണ്ടെന്നും സ്ഫോടനങ്ങൾ നടത്താൻ പലരും പദ്ധതിയിടുന്നുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ ജെലാറ്റിൻ സ്റ്റിക്കുകൾ മാത്രമല്ല, അത് ബോംബാക്കി മാറ്റാനുള്ള ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെത്തിയതായിട്ടാണ് വിവരം. എന്തായാലും കേന്ദ്ര ഏജൻസികളടക്കം ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. കർണാടക പോലീസിലെ 6 ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്തത് കാരണമാണ് ഇത്തരത്തിൽ ജെലാറ്റിൻ സ്റ്റിക്കുകൾ എത്തിച്ചേർന്നത് എന്നാണ് പോലീസ് വിലയിരുത്തൽ. ഈ ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ ഉറവിടത്തെക്കുറിച്ചും എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ചുമാണ് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് RSSന്റെ കേന്ദ്ര കാര്യാലയത്തിന് നേരെയും ബോംബ് ഭീഷണി ഉണ്ടാകുന്നത്. ഒട്ടേറെ ദിവസങ്ങളിതിന് മുമ്പും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എത്രമാത്രം ഭീഷണി വന്നാലും പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള പരിശോധന നടക്കുമെന്ന് പോലീസ് അറിയിച്ചു.